ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി എപ്പിസോഡിൽ കാണിച്ചൊരു ഇഷ്യൂ ഉണ്ട്. റെനയും ആര്യനും തമ്മിൽ. അതായത് റെന ആര്യൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ ആര്യൻ വന്ന് മുകളിലേക്ക് കിടക്കാൻ പോകുന്നത് പോലുള്ളൊരു ആക്ട് കാണിക്കുന്നു. അപ്പോൾ അത് റെനയ്ക്ക് ഭയങ്കര ഹേർട്ടായിട്ട് മാറുന്നു. റെന അത് ബിന്നിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ബിന്നി അത് തീർച്ചയായും ഇന്ന് ആര്യനോട് ചോദിക്കണം എന്ന് തന്നെ പറയുന്നു. അങ്ങനെ അവരങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ലൈവിൽ അത് പലരും ഒളിഞ്ഞും തെളിഞ്ഞും അറിയുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി തന്നെ അനു അറിയുന്നുണ്ട്, അനുവിനോട് റെന പറയുന്നുണ്ട്, ആദില നൂറ അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ ആദില നൂറ ഗാർഡൻ ഏരിയയിൽ വെച്ച് ഷാനവാസിനോട് ചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ആര്യൻ്റെ ആക്ട് ഒരു ബാഡ് ഇൻറ്റൻഷനുള്ള സാധനമല്ല. ആര്യൻ പൊതുവെ അങ്ങനെയാണ്, ഒരു ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലേ, ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിച്ചതാവണം, പക്ഷെ അത് തീർച്ചയായും തെറ്റായ കാര്യം തന്നെയാണ് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊന്നും ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ലെന്ന് തന്നെയാണ് ആദ്യം ഷാനവാസ് പറയുന്നത്. കാരണം ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും ഇത് പോർട്രേ ചെയ്യുക എന്നുള്ള രീതി തന്നെയാണ് ഷാനവാസ് സംസാരിക്കുന്നത് ആദില നൂറയോട്. പക്ഷെ അവർ അപ്പം തന്നെ പറയുന്നുണ്ട് റെന എന്തായാലും ഇത് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് റെന ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് ആര്യനോട് ഇത് സംസാരിക്കുന്നതാണ്. ആര്യൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി ചെയ്ത ആക്ട് എനിക്ക് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു, നല്ല വിയേർഡായിരുന്നു, ഞാൻ സ്കെയർഡ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആര്യൻ കുറച്ച് ഹൈപ്പറാണല്ലോ. ആര്യൻ കേൾക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നു. നിനക്കിതൊരു ഇഷ്യൂ ആക്കണോ? നീ മസ്താനിക്ക് കളിക്കുകയാണോ? മസ്താനിയുടെ ചീപ്പ് ഗെയിം നീ കളിക്കുകയാണോ? നിനക്കിതൊരു ഇഷ്യൂ ആക്കണമെങ്കിൽ വാ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണം, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം, എല്ലാവരും കേൾക്കി സംസാരിക്കാം, നീ ഇഷ്യൂ ആക്കാം, ഞാനും ഇഷ്യൂ ആക്കാം എന്നുള്ള രീതിയിൽ ആര്യൻ ഉച്ചത്തിൽ സംസാരിക്കുന്നു, ഹൈപ്പർ ആകുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ റെനയും ട്രിഗർ ചെയ്ത് റെനയെ ഉറക്കെ സംസാരിക്കും. ആര്യൻ വാ, എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാന്ന് പറഞ്ഞ് ബാത്റൂം ഏരിയയിൽ നിന്ന് ഇറങ്ങി ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. റെനയും പുറകെ പോകുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട്, എനിക്കിതൊരു പബ്ലിക്കായിട്ട് ചോദിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന് പ്രൈവറ്റായിട്ട് ചോദിച്ചത്, എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയാനാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര്യൻ ഇത് കേട്ടിട്ട് ഇതെന്തോ റെനയുടെ ഗെയിമായിട്ടാണ് ആര്യന് തോന്നുന്നത്. അപ്പോൾ ആര്യന് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തിട്ട് ആര്യൻ ഭയങ്കര ഹൈപ്പറായിട്ട് റെനയോട് ചൂടാവുന്നൊക്കെയുണ്ട്. അതായത് അവിടെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല. അങ്ങനെ നിനക്ക് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ആര്യനത് ഭയങ്കര റോങ് സെൻസിലെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇവർ അവിടെ നിന്ന് അപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ഇവർ നേരെ ലിവിംഗ് റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ലിവിംഗ് റൂമിൽ നമ്മുടെ അക്ബറുണ്ട്, ഒനിയലുണ്ട്, അഭിലാഷുണ്ട്, അനീഷുണ്ട്, അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ബിന്നി അവിടെ ഇരിപ്പുണ്ട്. ഇവർ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. പറയുന്നതിനിടയ്ക്ക് വീണ്ടും ആര്യൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ മസ്താനിയുടെ ഗെയിമാണ് ഇവളെടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന റെന പൊട്ടിക്കറിയാണ്. അപ്പോൾ റെന പൊട്ടിക്കറിയുമ്പോൾ എല്ലാവരും റെനയെ ആശ്വസിപ്പിക്കാനായിട്ട് റെനയുടെ പുറകെ പോകുന്നുണ്ട്, അക്ബർ, അനീഷ് എല്ലാവരും. അപ്പോൾ അനീഷ് ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറുന്നുണ്ട് ആ ചെറിയ സമയത്തിനുള്ളിൽ. അതായത് ആര്യൻ, നീ തെറ്റാണ് ചെയ്യുന്നത്, നീ വന്ന അന്ന് മുതൽ നുണ പറയാൻ തുടങ്ങി, നീ പറയുന്നതെല്ലാം നുണയാണ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ആര്യൻ ഒരു പോയിന്റ് ഇടുന്നുണ്ട്. അതായത് 2-3 ദിവസങ്ങൾക്ക് മുന്നേ റെന പറഞ്ഞു അത്രേ, അതായത് ഇവിടെ ഇനി നമുക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കണം, ഇവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, നമുക്കൊരു വലിയ ഇഷ്യൂ ഇവിടെ ഉണ്ടാക്കണം, അത്രയും നല്ല സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്, അത്രയും നല്ല കോണ്ടന്റ് കിട്ടാൻ വേണ്ടി വലിയൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടാക്കണം എന്ന് റെന ആര്യനോട് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ആര്യൻ വിശ്വസിക്കുന്നതെന്ന് ആര്യൻ എടുത്തടിച്ചങ്ങ് പറഞ്ഞു കളഞ്ഞു. അപ്പോൾ റെന അത് പറഞ്ഞിട്ടുണ്ടാവണം. റെന ആ സമയം അപ്പോൾ അനീഷ്, ഞാൻ വിശ്വസിക്കില്ല, റെന അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല എന്നുകൊണ്ട് അനീഷ് വേറെ ഏതോ രീതിയിൽ വാലുപിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അനീഷ് എന്നത് റെനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെന അങ്ങൊന്നും തൊടാത്ത രീതിയിൽ പറയുന്നുണ്ട്. അതങ്ങനെ പറഞ്ഞു കാണും, സാധാരണ എല്ലാവരും പറയാറുണ്ടല്ലോ വലിയ ഇഷ്യൂ ആക്കണം, കോണ്ടന്റ് ആക്കണം. അതായത് അനുമോള് മാത്രമാണ് സാധാരണ എല്ലാ ദിവസവും നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കോണ്ടന്റ് കൊടുക്കാൻ സ്ക്രീൻ സ്പേസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവിടെയുള്ള മിക്കുള്ള ആളുകളും പറയുന്നുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കോണ്ടന്റിന്റെ ബേസിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അക്ബറും പറയുന്നുണ്ട്. ഇതിന് മുന്നേയും ആരൊക്കെയോ അഭിലാഷൊക്കെയാണെന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തേക്കുള്ള കോണ്ടന്റ് എന്തായാലും പോയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ വലിയ ഇഷ്യൂസ് വന്ന സമയത്ത് അവർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നതിനിടയ്ക്ക് ജിസേൽ ഇടപെടുന്നു. ജിസേൽ ഭയങ്കര സപ്പോർട്ടാണ്. ആര്യൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തില്ല, നിനക്കറിയില്ല അവൻ ഫ്രണ്ടാണെന്ന്, അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്യില്ല എന്നുകൊണ്ട് ആര്യനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിസേൽ. അവനെ തമാശയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ നെവിനോട് ചോദിക്കുന്നു, ഇന്നലെ രാത്രി നെവിൻ ഈ ബിന്നി, റെന എന്നിവരുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മളിപ്പം വായ കൊണ്ട് പറയുന്നില്ല എങ്കിലും നമുക്ക് ആക്ട് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇന്നലെ നെവിൻ ഇവരുടെ സൈഡ് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ നെവിൻ നേരെ മലക്കം പറഞ്ഞിരിക്കുകയാണ്. നെവിൻ പറയുന്ന ആ ഒരു ആക്ട് നെവിന് കാണുമ്പോൾ അത് ബാഡായിട്ടൊന്നും തോന്നിയില്ല എന്ന്. പക്ഷെ ബിന്നി പറയുന്നുണ്ട്, ബിന്നി ബാക്കിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ആക്ട് കാണുമ്പോൾ തീർച്ചയായും അത് പല രീതിയിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അതൊരു ബാഡ് ആക്ടായിട്ട് ചിലപ്പോൾ എല്ലാവരും വ്യാഖ്യാനിച്ചേക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ പലരും അത് ഇങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആര്യനും നമ്മുടെ റെനയൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് നടന്നതെന്നൊക്കെ. പക്ഷെ അക്ബർ ഇവിടെ എവിടെയും തൊടാതെ
തൊടാതെയാണ് സംസാരിക്കുന്നത്, ആരെയും കുറ്റപ്പെടുത്താതെ രണ്ട് പക്ഷവും പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അക്ബർ തന്നെ പറയുന്നുണ്ട്, റെന ഇതിന് മുന്നേ ഇവർക്ക് അതിന് മാത്രം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പുതപ്പിനിടയിൽ ഒരു രാത്രി മുഴുവൻ ഇത് കഥ പറഞ്ഞവരാണ് ജിസേൽ, ആര്യൻ, റെന എന്നിവർ. അപ്പോൾ അത്രത്തോളം സ്വാതന്ത്ര്യമുള്ളവരാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേളിൽ ഇപ്പോൾ റെന അത് ഫണ്ണി ആയിട്ടാണ് ചെയ്തതെങ്കിൽ അതുപോലെ തന്നെ ആര്യനും തിരിച്ചു ഫണ്ണി ആയിട്ട് ചെയ്തതായിരിക്കാം എന്നുള്ള രീതിയിൽ അക്ബർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ഫണ്ണി ആയിട്ടാണെങ്കിൽ അതിനൊരു ബൗണ്ടറി വേണ്ടേ, ഞാനിതൊന്നും പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജിസേൽ പറയുമ്പോൾ റെന പറയുന്നത് ജിസേൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും അങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഓക്കെ അല്ല എന്ന് റെന പറയുന്നുണ്ട്. അനുമോളൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അനുമോൾ കടിച്ചമർത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ആര്യനോടുള്ള ദേഷ്യം കത്തിക്കയറുന്നുണ്ടായിരിക്കാം, അത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും പറയുന്നുണ്ട്. ഷാനവാസ് ആദ്യം കുറച്ചു നേരം ഇവരുടെയൊക്കെ പ്രശ്നത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നെ പുള്ളി കുളിക്കാനാണെന്ന് പോകുന്നു. പക്ഷെ അങ്ങനെ ഒനിയിലും എല്ലാവരും കൂടി ഇടപെട്ട് ആര്യനെ കൊണ്ട് റെനയോട് സോറി പറയുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു ആക്ട് വിയേർഡായിട്ട് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് തന്നെ പറയുന്നുണ്ട്. ബിന്നിയെയാണ് നമ്മുടെ അക്ബർ ഇതിനു വേണ്ടി കുറ്റപ്പെടുത്തുന്നത്. അതായത് രണ്ടുപേര് ഇരുത്തി സംസാരിക്കേണ്ട ഒരു മാറ്റർ ബിന്നി റെനയിൽ മാത്രം ഇഞ്ചെക്ട് ചെയ്തൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി റെനയുടെ മനസ്സിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് ബിന്നിയാണെന്നാണ് അക്ബർ പറയുന്നത്. അതേ രീതിയിൽ തന്നെ അക്ബർ എല്ലാവരോടും ജിസൈലിനോടും അതുപോലെ തന്നെ ആര്യനോടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ബിന്നി ഇവിടെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഗെയിം കളിച്ചു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അത് നമുക്കായാലും കാണുമ്പോൾ അവരാരും കണ്ടിട്ടില്ല, കാണുന്നവർക്ക് അതൊരു ബാഡ് ആക്റ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് പുറകിൽ നിന്നുള്ള ക്യാമറ ആംഗിളൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ അവർക്കറിയില്ലല്ലോ. 24 hour ലൈവ് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ പോർഷൻസ് പോവുകയാണെന്ന് പറയില്ല. ഇതിപ്പോൾ നമുക്കതൊരു റോങ് അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ അതിന് തൊട്ട് മുന്നേയുള്ള സീക്വൻസൊക്കെ കണ്ടതുകൊണ്ടാണ്. പക്ഷേ ചിലപ്പോൾ ലൈവിൽ ആ പോർഷൻസ് ഒന്നും കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നേരെ അതായത് ആര്യൻ റെനയുടെ മുകളിലേക്ക് ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ ബാഡ് ആയിട്ടുള്ളൊരു ആക്ടായിട്ട് തന്നെയായിരിക്കും പുറത്തേക്ക് അത് പോവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?